ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട ഉണ്ടാക്കിയാലോ, അതും ചെമ്മീൻ വെച്ചിട്ട്. അപ്പോൾ നോൺ വെജുകാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ വടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണത്. ഇപ്പോഴത്തെ ഈ ഒരു മഴ സമയത്തൊക്കെ ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ വട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് എടുക്കണം കേട്ടോ, എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് അരച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം. അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു 3 ടീസ്പൂണോളം കടലപ്പരിപ്പ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു അളവിലുള്ള വടയല്ല തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്, അപ്പോൾ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബാക്കി വരുന്ന ഈ ഒരു കടലപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് സാധാരണ നമ്മൾ കടലപ്പരിപ്പൊക്കെ അരച്ചിട്ട് എടുക്കില്ല വടയ്ക്ക് വേണ്ടിയിട്ട്, അതേപോലെ ഒന്ന് അരച്ചെടുക്കാം ചെറിയ തരിയോട് കൂടിയിട്ട്. ഇപ്പോൾ ഇതേ കടലപ്പരിപ്പൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണത്. അപ്പോൾ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന അതേ മിക്സി ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ഒരു ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ അതേ ചെമ്മീൻ ഞാനിവിടെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു ചെമ്മീൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളക് ചതച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്പൈസിയിലാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ വട ഉണ്ടാവുക. മീനൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടതല്ല, അപ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ട് കഴിക്കണതാണ് നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി അതുപോലെ തന്നെ സവാള ഒന്നും കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കില്ല, അതൊക്കെ നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു 20 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്കൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയൊരു കഷ്ണം സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഒരു സവാളൊക്കെ ചേർത്തിട്ട് 20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ ഒരു വെള്ളമൊക്കെ അങ്ങനെ ഊർന്ന് വന്നിട്ട് നമുക്ക് ഒരു വട അങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വട ഉണ്ടാക്കാനായിട്ട് പോണത് ആ ഒരു സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഉള്ളിയോ അതല്ലെങ്കിൽ ഇതുപോലെ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വട ഒന്ന് ചുട്ടെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ അങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്ത കാരണം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടണം. അപ്പോൾ കയ്യിൽ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കൊടുത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്, എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടൊക്കെ കിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ നല്ലോണം തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചെമ്മീൻ വട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. നോൺ വെജൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് ഫോർ വാച്ചിങ്.